ലക്കിടി മിത്രാനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം പുരോഗമിക്കുന്നു. യജ്ഞാചാര്യൻ മാങ്ങാട് മുരളീധരൻ നമ്പീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സപ്താഹം സെപ്റ്റംബർ 17 സമാപിക്കും. കാൽനൂറ്റാണ്ടിനടുത്ത് പഴക്കമുണ്ട് ലക്കിടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രി കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉദയാസ്തമന പൂജ, സപ്താഹ നാളുകളിലെ താന്ത്രിക പൂജ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ചന്ദനം ചാർത്തൽ, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും നടക്കുന്നുണ്ട്. വരാഹാവതാരത്തോടെ ആരംഭിച്ച ഭാഗവത സപ്താഹയജ്ഞം സെപ്റ്റംബർ 17 കൽക്കി അവതാരത്തോടെ സമാപിക്കും. സപ്താഹയജ്ഞത്തിന്റെ പ്രധാന ആകർഷണമായ രുക്മിണി സ്വയംവര ഘോഷയാത്ര സെപ്റ്റംബർ 15 നടക്കും. അവിടെ അത്രേ പാടുള്ളൂ. അപ്പൊ ഒന്നേ ചെയ്യുന്നുള്ളൂ, കേജിൽ കേവലയ ഭക്തിയ വാസുദേവ പലായന. ഭാഗവത ശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യവർച്ച കൃഷ്ണഭക്തി ഭഗവത്പാദ ഭക്തി ഉണ്ടാക്കിക്കൊള്ളൂ. ഏതുപോലെയാണോ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുപുള്ളികൾ ബാഷ്പീകരിച്ചു പോകുന്ന വേഗത്താലേ എത്ര കഠോരമായ പാപങ്ങൾ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും പരീക്ഷത്തെ പറഞ്ഞ് ആ സിദ്ധാന്തത്തിന് വേണ്ടി കഥ പാടി കൊടുത്തു. ഇത് ഇനിയില്ലതിൽ പറയാം. അതൊന്നും മനസ്സിലാക്കാതെ ഒരാള് അജാവളന്റെ കഥ കേട്ടപ്പോൾ മനസ്സിലായി, അജാവളിനെ പോലെ തോന്നാസം കാണിച്ച് ജീവിക്കാനോ, പാടി കുട്ടികളെ നോക്കണ്ട, കള്ളും കുടിച്ച് നടക്കുക. എന്നിട്ട് അവസാന കാലത്ത് മരിക്കാൻ കിടക്കുമ്പോ നാരായണാന്ന് വിളിച്ച നേരെ വൈകിട്ടത്തിൽ കൊണ്ടു. ഇതല്ലേ സാധാരണക്കാരൻ മനസ്സിലാക്കുക. അവിടെ നമ്മൾ പറഞ്ഞ് പരാജയപ്പെട്ടത് ഒരു രക്ഷയില്ല. അത് എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ മുഴുവൻ മനസ്സിലാക്കിയാല് പൂർണ്ണതയുണ്ട് പറയാം. അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പാരായണ ഭാഗം പൂർത്തിയാക്കാം. പിന്നെ ഒന്നും കൂടെ പറയട്ടെ, നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ ഹിന്ദുക്കളുടെ അധപ്പതനം പറഞ്ഞാല് അറിവില്ലായ്മ കൊണ്ട് വഞ്ചിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. ചെറിയ എക്സാമ്പിൾ കൂടെ തന്നില്ല വെച്ചാൽ ഒരു സുഖമില്ല. അതായത് ഈ പാപങ്ങൾക്ക് അതിന്റെ ഒരു സുഖമില്ല. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.